JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ശുക്രന് പല ഗ്രഹങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നുണ്ട്. ഈ വീഡിയോ എന്ന് പറയുന്നത് ധനു രാശിക്കൂറുകാർക്ക് ജനുവരി 28 മുതൽ ഫെബ്രുവരി 27 വരെയുള്ള ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിവരണമാണ് നൽകുന്നത്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ 1-ാം പാദം. ശുക്രൻ ജനുവരി 28 മുതൽ മെയ് 21 വരെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്ന സമയമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആഡംബര ജീവിതവും കലാപരമായ കഴിവുകളും നൽകുന്ന ശുക്രൻ മെയ് 31 വരെയുള്ള കാലയളവിൽ പല സമയങ്ങളിലായിട്ട് സൂര്യനും ബുധനും ശനിയും ശുക്രനോട് ചേരുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ പല വിഷയത്തിൽ ചില വ്യത്യാസങ്ങളും ഉണ്ടാകും. രാഹു നേരത്തെ തന്നെ മീനൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഫെബ്രുവരി 27 വരെ മറ്റ് ഗ്രഹങ്ങളൊന്നും ശുക്രനോട് ചേരുന്നില്ല. അതുകൊണ്ടാണ് ജനുവരി 28 മുതൽ ഫെബ്രുവരി 27 വരെ മാത്രമുള്ള ഫലങ്ങളായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ശുക്രൻ വസ്ത്രാഭരണ ലാഭം, ധനലാഭം, വാഹനലാഭം, ഭക്ഷണസുഖം, ശയനസുഖം, പ്രണയം, ഉന്നത പദവി, ഇങ്ങനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും കളത്ര സുഖവും നൽകുന്ന ശുക്രൻ ധനു രാശിക്കാർക്ക് മീനം രാശിയിൽ വരുന്ന ഈ ശുക്രൻ 4-ാം ഭാവത്തിലാണ് വരുന്നത്. 4-ാം ഭാവം എന്ന് പറയുമ്പോൾ വീട്, വാഹനം, ബന്ധുക്കൾ, മാതാവ്, വിദ്യാഭ്യാസം, ശയ്യാസാധനങ്ങൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. ഉത്തമ ഗ്രഹങ്ങളും, അതായത് മെച്ചപ്പെട്ട രീതിയിലുള്ള വീട് ലഭിക്കുക, വാഹനഭാഗ്യം ഉണ്ടാകുക, മാതാവിൽ നിന്നും അമ്മാവന്മാരിൽ നിന്നും, അതായത് അമ്മയുടെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ പലവിധ സഹായങ്ങൾ ലഭിക്കുക, വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അതിൽ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാവുക, ഉപരിപഠനം നടത്തുന്നവർക്കും അതുപോലെ തന്നെ ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഡോക്ടറേറ്റിനൊക്കെ ശ്രമിക്കുന്നവരൊക്കെ കാണുമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു മെച്ചപ്പെട്ട ഫലം ഉണ്ടാകുക, വീട്ടിൽ വളരെ സന്തോഷവും സുഖവും നല്ല ഭക്ഷണവും ദാമ്പത്യ സുഖവുമൊക്കെ ലഭിക്കുക, ജോലിയുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രമോഷൻ ലഭിക്കുക. 11-ാം ഭാവാധിപൻ കൂടി ആയതുകൊണ്ട് പല തരത്തിലും ലാഭം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരാം. മാതാവിൻ്റെ വക സ്വത്തുക്കൾ ലഭിക്കാനുള്ള ഭാഗ്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. മീനത്തിലെ ശുക്രൻ അതെല്ലാം നൽകുന്നതാണ്. ശുക്രൻ 4-ൽ ശുക്രനോടൊപ്പം രാഹു നിൽക്കുമ്പോൾ ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഗ്യാസ് ട്രബിൾ, അലർജി മുതലായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടാകും. വിദ്യാഭ്യാസ കാലത്ത് ഏതെങ്കിലും വിധത്തിൽ ഉള്ള ഒരു തടസ്സത്തെയും, അതായത് വിദ്യാഭ്യാസ സംബന്ധമായ തുടക്കത്തിൽ ചില തടസ്സത്തെയും ഒക്കെ ഇത് സൂചിപ്പിക്കുന്ന കാര്യമാണ് ഈ രാഹു ശുക്രയോഗം ചില പ്രത്യേകമായ വ്യക്തിബന്ധങ്ങളെ ഉണ്ടാക്കാം. ഒരു സ്വാർത്ഥ മനോഭാവം, സ്വാർത്ഥത അല്പം കൂടും എന്ന് ചുരുക്കം. സ്വന്തം കാര്യത്തിന് വളരെ പ്രാധാന്യം നൽകും. ജനുവരി 13 വരെ സൂര്യൻ 2-ൽ സഞ്ചരിക്കുമ്പോൾ നേത്രരോഗം, സാമ്പത്തിക പ്രശ്നം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് 3-ാം ഭാവത്തിൽ വരുന്നത് ആരോഗ്യത്തിനും സാമ്പത്തിക ലാഭത്തിനും ആത്മവിശ്വാസത്തിനുമൊക്കെ ഇട നൽകുന്ന ഒരു കാര്യമാണ്. 3-ാം ഭാവത്തിലേക്ക് ആദിത്യൻ മാറുക എന്ന് പറയുന്നത് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ വരും. അതുപോലെ പിതാവിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളും ലഭിക്കാനുള്ള സാഹചര്യം വരും. 7-ാം ഭാവത്തിലെ ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പോൾ ദാമ്പത്യത്തിൽ ചില ഭിന്നത ഉണ്ടാക്കാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം 7-ാം ഭാവം കളത്ര സ്ഥാനവും ചൊവ്വ അത് പോരാട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും ചില തർക്കങ്ങളുമൊക്കെ സ്വാഭാവികമായും വരാനുള്ള സാധ്യതയുണ്ട്. സന്താന വിഷയത്തിലും സാമ്പത്തിക വിഷയത്തിലുമായിരിക്കും ഭിന്നത കൂടുതലും വരിക. മക്കളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുക, സാമ്പത്തിക വിഷയങ്ങൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെയാണ് അതിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത. അതുപോലെ യാത്രയിൽ ക്ലേശം, 7-ാം ഭാവാധിപൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം നടക്കും എന്ന് വിചാരിച്ചാലും പെട്ടെന്നൊന്നും നടക്കില്ല. അതിനൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. ശനി വളരെ അനുകൂലമായിട്ടാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ധനലാഭവും സർവാഭീഷ്ട സിദ്ധിയും നൽകുന്ന ശനി എല്ലാവിധ ആത്മവിശ്വാസവും നൽകി മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകും. ജന്മാധിപനായ വ്യാഴം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അത്ര മെച്ചമൊന്നുമല്ല. ഏതെല്ലാം സൗകര്യങ്ങളുണ്ടായാലും, എന്തെല്ലാം മെച്ചമുണ്ടായാലും, സുഖസൗകര്യത്തിന് വേണ്ടുന്ന എന്തെല്ലാം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായാലും ഒന്നിനോടും ഒരു സന്തോഷം തോന്നുകയോ അല്ലെങ്കിൽ ഒരു തൃപ്തി തോന്നുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. ധനുരാശിക്കാർക്ക് ഈ സമയം ബുധനും അത്ര അനുകൂലമല്ല.
ബന്ധുക്കൾ, സുഹൃത്തുക്കൾ മുതലായവർക്ക് ഒരുതരം നീരസവും ഒരകൽച്ചയുമൊക്കെ തോന്നാവുന്ന സമയമാണ്. പൊതുവെ നോക്കുമ്പോൾ ശുക്രനും ശനിയും നല്ല ഫലങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ അത്ര മെച്ചമായിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇനി മകരൻ രാശിയിലേക്ക് പോകുമ്പോൾ മകരൻ രാശിക്കൂറെന്ന് പറഞ്ഞാൽ ഉത്തരാടത്തിൻ്റെ മുക്കാല് 3, 4 പാദങ്ങൾ, തിരുവോണം അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ. മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സുഖ സൗകര്യത്തിൻ്റെയും ആഡംബര ജീവിതത്തിൻ്റെയും ലളിത കലകളുടെയും ഗ്രഹമായ ശുക്രൻ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 3-ലെ ശുക്രൻ ചാരവശാൽ നല്ല ഫലമാണ് നൽകുന്നത്. 3-ാം ഭാവം സഹോദരങ്ങളെ, ധൈര്യം, ദുർബുദ്ധി, ഭക്ഷണം, ആഭരണം മുതലായവയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ശുക്രൻ ഈ ഭാവത്തിൽ ഉച്ചത്തിൽ വരുന്നത് കൊണ്ട് ധനലാഭം, ബഹുമതി, വസ്ത്രലാഭം, ശത്രുനാശം, ആജ്ഞാശക്തി എന്നിവയൊക്കെ ഉണ്ടാകും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം 3-ാം ഭാവം കൊണ്ട് ലഭിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാകും. 10-ാം ഭാവാധിപനായതിനാൽ തൊഴിൽ രംഗത്ത് ശുക്രൻ കലാപരമായ ചില കഴിവുകളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നൃത്തം, വാദ്യമേളം, അതുപോലെ ലളിത കലകൾ, അഭിനയരംഗം മുതലായവയിലൊക്കെ വളരെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. ജാതകത്തിൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് ഒരുപാട് ഗുണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ഗ്രഹങ്ങളും ഓരോ ഭാവത്തിൽ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും എല്ലാ രാശിക്കാർക്കും ഒരേ ഗുണം നൽകത്തില്ല. ശുക്രൻ നല്ല ഫലം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ ചിലപ്പോൾ മോശഫലം ഉണ്ടാകും. ഈ മോശഫലവും നല്ല ഫലവും എല്ലാം കൂടി സമന്വയിപ്പിച്ച് വേണം ആകത്തുക കണ്ടെത്താൻ. അതാണ് എല്ലാ ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തി ഈ ഫലം പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ശുക്രനെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ട് അത് ഇന്ന ഭാവത്തിൽ നിൽക്കുന്നു, അതുകൊണ്ട് വളരെയേറെ മെച്ചമുണ്ടാകും എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഗ്രഹം അതിന് തടസ്സമാണെങ്കിൽ വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളെയും വളരെ മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ശുക്രൻ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ദശാപഹാരങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങളുണ്ട്. ഓരോ പ്രായക്കാർക്കും ഓരോ ദശാകാലമായിരിക്കും. അത് അനുകൂലമായിട്ട് വരാം, അനുകൂലമല്ലാതെ വരാം. അതുപോലെ അപഹാരകാലങ്ങളും അനുകൂലമായിട്ടും അനുകൂലമല്ലാതെയും വരാം. പ്രായത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് ഓരോ ദശാകാലമായിരിക്കുമല്ലോ ഓരോ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരും. ഇങ്ങനെ അനുകൂല സമയം കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നല്ല ഫലങ്ങൾ പറയുന്ന ആ ഒരു രീതി ആ രാശിക്കാർക്ക് നല്ല ഫലമായി തന്നെ അനുഭവപ്പെടും എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. കാരണം ശുക്രൻ ബലഹീനനായി അഷ്ടമസ്ഥാനത്ത് നിൽക്കുന്നവർക്കാണ്. അഷ്ടമത്തിലെ ശുക്രന് മാത്രം കുഴപ്പക്കാരനൊന്നുമല്ല. അഷ്ടമത്തിലും ശുക്രൻ ഒരുപാട് നല്ല ഫലങ്ങളൊക്കെ ചെയ്യും. അത് മറ്റുള്ളവരുടെ സപ്പോർട്ട് കൂടി നോക്കണം. കാരണം ഏത് ഭാവത്തിലാണ്, ഏത് രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത്, ഏത് ഗ്രഹത്തോട് ചേർന്നാണ് ശുക്രൻ നിൽക്കുന്നത് എന്നൊക്കെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഏത് ഭാവത്തിലായാലും അതിൻ്റെ ഫലം പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള വിപരീത രാജയോഗം, അതുപോലെ തന്നെ പരിവർത്തന യോഗം, ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിലും അത് അനുകൂലമാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ ഉച്ചരാശി മാറ്റം നിങ്ങളുടെ ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ചുള്ള ഫലം നൽകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് നല്ല ഫലമാണെങ്കിൽ വളരെ നല്ല ഫലമായിരിക്കും. അത്ര മെച്ചമൊന്നും അല്ല എങ്കിൽ ഒരുപാട് മെച്ചമൊന്നും ഈ രാശിമാറ്റം കൊണ്ട് ഉണ്ടാവുകയുമില്ല. അതാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.